87,266 വോട്ടിന്റെ ഭൂരിപക്ഷം. തോമസ് ചാഴിക്കാടന്റെ തോൽവി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും വലിയ പരാജയം മാണി ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയായി. മാണി ഗ്രൂപ്പിന് നിർണായക സ്വാധീനമുള്ള പാലായിലും കടുത്തുരുത്തിയിലും ഉൾപ്പെടെ UDFന് വമ്പൻ ലീഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 30,000 വോട്ടിന്റെ ലീഡുണ്ടായിരുന്ന വൈക്കത്ത് ഇത്തവണ ചാഴിക്കാടൻ നേടിയതാകട്ടെ 5,000 വോട്ടിന്റെ ലീഡും. കോട്ടയത്തെ തോൽവിയോടെ രാജ്യസഭാ സീറ്റിലെ അവകാശവാദത്തിന് പോലും ഇനി ശക്തി കുറയും. MP മാരില്ലാതെ LDFൽ തുടരുന്നത് പാർട്ടിക്കുള്ളിലും ചർച്ചയാകും. അതേസമയം ജയത്തോടെ ജോസഫ് ഗ്രൂപ്പിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിക്കും. അവർ ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുക. ജനം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഇത് വ്യക്തമാകുന്നത്. ശക്തമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ കേരള കോൺഗ്രസ് തിരിച്ച് UDFിലേക്ക് വരാൻ ആ വിഷയം ഇപ്പോൾ ഉദിക്കുന്നില്ലല്ലോ. UDFൽ ദുർബലരായ ജോസഫ് വിഭാഗത്തിന് ജയം അനിവാര്യമായിരുന്നു. ഭാവിയിൽ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിച്ചാൽ എതിർക്കാനുള്ള ഒരു പിടിവള്ളി കൂടിയായി ജയം മാറും. രാജ്യസഭാ സീറ്റില്ലെന്ന് LDF തീരുമാനിച്ചാൽ മാണി ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൽ സസ്പെൻസുകളുണ്ടാകും. കേവലം പാർട്ടി ചെയർമാൻ മാത്രമായി ജോസ് കെ മാണി തുടരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കോട്ടയത്ത് നിന്ന് ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.